ഹലോ കൂട്ടുകാരെ, സാന്ത്വനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. അങ്ങനെ മിത്ര വളരെ സന്തോഷത്തിലാണ്. മിത്ര ഫോണിൽ നോക്കിയിട്ട് സന്തോഷത്തിലിങ്ങനെ ഡൈനിങ് ഹാളിലേക്ക് ഓടി വന്നിട്ട് എല്ലാവരും വിളിക്കുകയാണ്. അപ്പച്ചി ഓടി വായോ അപ്പച്ചി എന്ന് പറഞ്ഞിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ മിത്രയുടെ സൗണ്ട് കേട്ടിട്ട് മീനു വരികയാണ് അവിടേക്ക്. എന്താ മിത്ര, നീ എന്താ ഇങ്ങനെ എല്ലാവരും വിളിച്ചു പോകുന്നത്? ഓ അതോ ചേച്ചി, ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഡേറ്റ് വന്നു, അടുത്ത മാസം 15-ാം തീയതി. അതിൻ്റെ സന്തോഷത്തിൽ ഞാൻ വിളിച്ചു കൂവിയതാണ്. ആഹാ, നല്ല വാർത്തയാണല്ലോ. എന്തായാലും നീ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആ ചേച്ചി, എനിക്ക് റിട്ടേൺ എക്സാമിൻ്റെ കാര്യത്തിലാണ് ഒരു പേടി ഉണ്ടായിരുന്നുള്ളൂ. അത് ക്ലിയർ ചെയ്യുമെന്ന്. പക്ഷെ അതെന്തായാലും ചാടിക്കടന്ന സ്ഥിതിക്ക് ഫിസിക്കൽ ടെസ്റ്റ് ഞാൻ എങ്ങനെയായാലും ഞാൻ ക്ലിയർ ചെയ്യും, അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. ആ, നല്ല കാര്യം. എന്തായാലും വളരെ നല്ലൊരു വാർത്തയാണ്. ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം നല്ലൊരു വാർത്ത കേട്ടു. അപ്പോൾ ഇതേ സമയം ഗോമതി അങ്ങോട്ട് വരുന്നുണ്ട്. മിത്രയ്ക്ക് ഓഫീസിൽ പോകുന്ന ഫുഡൊക്കെ ആയിട്ടാണ് ഗോമതി വരുന്നത്. അപ്പോൾ ഗോമതി ചോദിക്കും, എന്താ രണ്ടുപേരും കൂടി വർത്തമാനം പറയുന്ന സന്തോഷത്തിലാണല്ലോ. ആ ദേ അപ്പച്ചി, എൻ്റെ ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഡേറ്റ് വന്നു, അടുത്ത മാസം 15-ാം തീയതിയാണ് ഡേറ്റ്. ഇനി അതിനു വേണ്ടി നന്നായി പരിശീലിക്കണം. ആ അതെയോ, ആ അപ്പോൾ നീ ഒരു മാസം ഉള്ളൂ അല്ലേ ഇനി, നീ നന്നായിരുന്ന് പഠിച്ചോളണം എന്ന് പറയുകയാണ് നമ്മുടെ ഗോമതി. അപ്പോഴാണ് മീനു ചിരിച്ചുകൊണ്ട് പറയുന്നത്, അമ്മേ ഫിസിക്കൽ ടെസ്റ്റാണ്. ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷയല്ല, എഴുത്തു പരീക്ഷയല്ല. ഓ, എനിക്ക് തെറ്റിപ്പോയി. ഓട്ടവും ചാട്ടവും ഒക്കെ ആണല്ലോ അല്ലേ. സോറി മോളെ, എന്തായാലും നന്നായി പരിശ്രമിച്ചോളുണ്ട് എന്ന് പറയുകയാണ് മിത്രയുടെ അടുത്ത്. മിത്ര പറയും, എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് അപ്പച്ചി, ഞാൻ അത്രയും കഷ്ടപ്പെടുന്നുണ്ടല്ലോ, അപ്പോൾ അതിനൊരു റിസൾട്ട് എന്തായാലും ദൈവം തരാതിരിക്കില്ല എന്ന് പറഞ്ഞ് സന്തോഷിച്ച് നിൽക്കുകയാണ്. അതൊന്നും പറഞ്ഞാൽ പോരാ, നന്നായി തന്നെ പരിശ്രമിക്കണം, നന്നായി വളരെ പരിശ്രമിച്ച് എങ്ങനെയെങ്കിലും വിജയത്തിലോട്ട് എത്തണം എന്ന് പറയുകയാണ് ഗോമതി. അപ്പം മീനു പറയും, അമ്മ അവൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്, അപ്പം പേടിക്കൊന്നും വേണ്ട, അവൾ എന്തായാലും പോലീസുകാരി ആയിട്ടേ നിൽക്കുകയുള്ളൂ എന്ന് പറയുകയാണ്. അങ്ങനെ അവരെല്ലാവരും ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഗോമതി ചോദിക്കുന്നത്, അല്ല മിത്രേ, നീ ആരെയും വിളിച്ചു പറഞ്ഞോ? ഇല്ല അപ്പച്ചി, എന്നാൽ വേഗം വിളിച്ചു പറ, അവന് കേൾക്കുമ്പോൾ സന്തോഷമാവും. അങ്ങനെ ആര്യനെ വിളിക്കുമ്പോൾ ആര്യൻ ഫുഡ് ഡെലിവറി ചെയ്യാൻ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടിയമേൽ. അപ്പോൾ ഈ ഫോണിൻ്റെ റിങ് കേട്ടിട്ട് ആര്യൻ ഫോൺ എടുക്കും. അപ്പോൾ മിത്ര പറയും, ഞാനാണ്, പിന്നെ ഒരു കാര്യമുണ്ട്, ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഡേറ്റ് വന്നു, അടുത്ത മാസം 15-ാം തീയതി. അപ്പോൾ അത് കേട്ടപ്പോൾ ആര്യന് വളരെ സന്തോഷമാവും. അതെയോ, നല്ല വാർത്ത, നമുക്കത് എങ്ങനെയായാലും അത് ക്ലിയർ ചെയ്യണം എന്ന് സന്തോഷത്തിൽ പറയുകയാണ് ആര്യനും. ഞാനെൻ്റെ ജോലിയൊക്കെ തീർത്തിട്ട് വീട്ടിലോട്ട് വേഗം വരാം എന്ന് മിത്രയോട് പറയുകയാണ് ആര്യൻ. ഇതേ സമയം മിത്രയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയിട്ട് ഗോമതി പറയും, നീ വെറുതെ വന്നാൽ പോരാ, 1 കിലോ മീനും കൂടി വാങ്ങി വരണം കേട്ടോ എന്ന് പറയുകയാണ്. ആ ശബ്ദം കേട്ടതോടു കൂടി ആര്യൻ ചമ്മി വേഗം ഫോൺ വയ്ക്കും. പിന്നെ കാണിക്കുന്നത് ഗോമതി സ്റ്റോറിലെ ബാലനും രാമേട്ടനും കൂടിയുള്ള സംസാരമാണ്. ജീവൻ നഷ്ടപരിഹാരമൊന്നും വേണ്ട എന്ന് പറഞ്ഞതിനെ കുറിച്ചിട്ടാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ രാമേട്ടൻ പറയുകയാണ്, അവൻ നല്ലൊരു പയ്യനാണ്, നമ്മുടെ അനുവിന് വല്ലാത്തൊരു നഷ്ടമായിപ്പോയി അവനെ വേണ്ടെന്ന് വെച്ചത് എന്ന്. ബാലനും അത് തന്നെയാണ് പറയുന്നത്, ശരിയാണ്, എൻ്റെ മോള് കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരമാണ് ആ നല്ല പയ്യനെ വേണ്ടെന്ന് വെച്ചത്. പക്ഷേ ഞാൻ അവന് ഉണ്ടാക്കി കൊടുത്ത നഷ്ടം എനിക്ക് അത് നികത്തണം. അത് അവൻ പൈസ വേണ്ടെന്ന് പറഞ്ഞാലും ഞാനത് എന്തായാലും പൈസ അവന് തിരിച്ചു കൊടുക്കും. 1 കോടി രൂപ എങ്ങനെയെങ്കിലും ഞാൻ ഉണ്ടാക്കി കൊടുത്തിരിക്കും. അപ്പോൾ രാമേട്ടൻ ബാലനെ ചീത്ത പറയുകയാണ് ചെയ്യുന്നത്. നീ എന്താണ് ബാല ഈ പറയുന്നത്? അവൻ പൈസ വേണ്ട എന്നല്ലേ നിന്നോട് പറഞ്ഞത്, പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ ധൃതി പിടിച്ച് പൈസ കൊടുക്കുന്നത്? നീ എങ്ങനെ പൈസ കൊടുക്കും? ഗോമതി സ്റ്റോറും ദേവമംഗലം വിറ്റിട്ടാണോ കൊടുക്കുന്നത്? അത് ശരിയല്ല. കാരണം നിൻ്റെ സ്വത്തുക്കൾ വിറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ മക്കളും ഭാര്യയും മരുമക്കളൊക്കെ വഴിയാധാരമാവില്ലേ? അങ്ങനെ ഒരിക്കലും നീ ചെയ്യരുതെന്ന്. പക്ഷെ ബാലൻ അതിനനുവദിക്കുന്നില്ല. ബാലൻ്റെ അഭിമാനം അത് സമ്മതിക്കുന്നില്ല. ബാലൻ പറയും, അത് പറഞ്ഞാൽ പറ്റില്ല രാമേട്ട, എനിക്കിത് എങ്ങനെയെങ്കിലും കൊടുത്തേ പറ്റൂ. കാരണം എൻ്റെ മോള് ചെയ്ത തെറ്റിന് ഞാൻ ഏതെങ്കിലും ഒരു തരത്തിലെങ്കിലും പ്രായശ്ചിത്തം ചെയ്യണം, അതില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല എന്ന് പറയുകയാണ്. ബാലൻ വാശിയിൽ തന്നെയാണ് വിൽക്കുമെന്ന് പറഞ്ഞ്. ഇതേ സമയം നമ്മുടെ അച്യുതനും ഭാര്യയും അലോകും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അമേരിക്കക്കാരുടെ ആലോചന വീണ്ടും വന്നിട്ടുണ്ട്. അവരറിഞ്ഞിട്ടൊന്നുമില്ല അലോകിൻ്റെ വിവാഹം കഴിഞ്ഞത്. അപ്പോൾ എങ്ങനെയെങ്കിലും ആ വിവാഹം നടത്തണമെന്നും അനുവിനെ ഈ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്താക്കണമെന്നുമാണ് അവർ ഗൂഢാലോചന നടത്തുന്നത്.
അപ്പോൾ അലോക് ചോദിക്കും, അച്ഛനും അമ്മയും പറഞ്ഞിട്ടല്ലേ ഞാൻ അനുവിനെ പ്രേമിച്ച് കല്യാണം കഴിച്ചത്, എന്നിട്ട് ഈ സമയത്ത് നിങ്ങളെങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുക എന്ന് ചോദിക്കുകയാണ്. അതൊക്കെ ശരി തന്നെയാണ് അലോകെ, പക്ഷേ അവളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഗോമതിയുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും ആ സ്വത്ത് അടിച്ചെടുക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അനു ഇവിടെ വന്നതിന് ശേഷം ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് നീ കാണുന്നില്ലേ? കൂടാതെ അവളിവിടെ എന്ന് കാലുമുത്തിയോ അന്ന് മുതൽ നമുക്കിവിടെ നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് അവളേനെ ഇനി ഇവിടെ വെച്ച് കുറിപ്പിക്കുന്നത് എനിക്ക് തീരെ താല്പര്യമില്ല. എങ്ങനെയെങ്കിലും അവളെ ഇവിടെ നിന്ന് ഒഴിവാക്കണം. അതിനു വേണ്ടി വേണ്ട കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നമ്മൾ ആലോചിക്കണം. അത് ഞാനത് ചെയ്തോളാം. നിങ്ങളെന്ന് എൻ്റെ കൂടെ നിന്നാൽ മാത്രം മതി. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പഴുതടച്ച് തന്നെ ചെയ്തോളാം. പിന്നെ ഇത് വേറൊരാളും അറിയരുത് എന്ന് പറയുകയാണ്. അപ്പോൾ അലോകിൻ്റെ അമ്മയും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അലോക് പറയണം, എന്തായാലും കുറച്ച് ദിവസം കൂടി നമുക്കൊന്ന് നോക്കാം, എന്നിട്ട് ആലോചിച്ചാൽ മതി എന്ന തീരുമാനത്തിൽ അവരെത്തുകയാണ്. പിന്നെ കാണിക്കുന്നത് ഗോമതി സ്റ്റോറിലാണ്. ഗോമതി സ്റ്റോറിൽ നമ്മുടെ ദേവിയും ധർമ്മനും കൂടിയിട്ട് സാധനങ്ങളൊക്കെ വിൽക്കുകയും ഒക്കെ കാണിക്കുമ്പോൾ ആ സമയത്ത് ദേവിക്ക് നല്ല തലവേദന വരുന്നുണ്ട്. അപ്പോൾ ദേവി പറയും, മാമ ഞാനൊരു ചായ കുടിച്ചിട്ട് വരാം, എനിക്ക് നല്ല തലവേദനയുണ്ട് എന്ന്. അപ്പോൾ ധർമ്മ പറയും, വേണ്ടെങ്കിൽ നീ വീട്ടിൽ പൊക്കോ മോളെ, ഞാൻ നോക്കിക്കോളാം. അല്ല അത് വേണ്ട മാമ, ഞാനൊന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ദേവി പുറത്തോട്ട് പോവുകയാണ്. അപ്പോൾ ഇതേ സമയം കടയിൽ കുറേ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. കച്ചവടമൊക്കെ സാധാരണ പോലെ നടക്കുന്നുണ്ട്. അപ്പോൾ ബാലനും ലോഡൊക്കെ എടുത്ത് വന്നതിന് ശേഷം ബാലനും വരും അങ്ങോട്ട്. എന്നിട്ട് ബാലൻ ധർമ്മൻ്റെ കയ്യിൽ 2 പൈസയുടെ 2 കെട്ടുകൾ ഏൽപ്പിക്കുകയാണ്. ഏകദേശം 1,00,000 രൂപ ഉണ്ടാവും. എന്നിട്ട് പറയും, ദേവി വന്നു കഴിഞ്ഞാൽ ഇത് കൊടുക്കണം കേട്ടോ. ആ ശരി ഏട്ടാന്ന് പറഞ്ഞ് ബാലൻ അവിടെ നിന്ന് പോവും. ധർമ്മൻ ആ പൈസ വാങ്ങി അവിടെ വയ്ക്കും. ഇനി വീണ്ടും കാണിക്കുന്നത് കൃഷ്ണമംഗലമാണ്. കൃഷ്ണമംഗലത്തിലോട്ട് സുകന്യ ഓടി വരികയാണ്. അച്ചുവേട്ട, അശോകേട്ട, നിങ്ങളൊരു കാര്യം അറിഞ്ഞോ എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തിലാണ് സുകന്യ വരുന്നത്. എന്നിട്ട് അനുവിനോട് പറയും, അനു ചിലവ് വേണം കേട്ടോ, നിൻ്റെ ചേട്ടത്തിയമ്മ ഇത്രയ്ക്ക് ഇതേ പോലീസ് ഫിസിക്കൽ ടെസ്റ്റിനുള്ള ഡേറ്റ് വന്നു, അടുത്ത മാസം 15-ാം തീയതി, നീ നന്നായിട്ട് തന്നെ ചിലവ് ചെയ്യണം കേട്ടോ എന്ന് പറയും. അപ്പോൾ ഈ വാർത്ത കേൾക്കുമ്പോൾ അനുവിന് വളരെ സന്തോഷമാവും. അപ്പോൾ ഇതേ സമയം തന്നെയാണ് നമ്മുടെ അശോകനും ഭാര്യയും മോളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ സുകന്യ പറയും, ചേച്ചി നല്ല ചിലവ് വേണം, എന്തായാലും ഇത്രയ്ക്ക് ഫിസിക്കൽ ടെസ്റ്റിനുള്ള ഡേറ്റ് വന്നു എന്ന്. അപ്പോൾ മിത്രയുടെ അമ്മയ്ക്ക് വളരെ സന്തോഷമാവും. മിത്രയുടെ അമ്മ പറയും, നല്ല കാര്യം, 4-5 വയസ്സ് മുതൽ അവൾ പറഞ്ഞതാണ് അവൾക്ക് പോലീസുകാരി ആവണമെന്ന്, എന്തായാലും അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയല്ലോ എന്ന് പറഞ്ഞ് അമ്മയും അച്ഛനും, മിത്രയുടെ അമ്മയും അച്ഛനും വളരെ സന്തോഷിക്കുന്നുണ്ട്. അപ്പോൾ അശോകേട്ടൻ്റെ മുഖത്ത് സന്തോഷമൊക്കെ അച്യുതൻ നോക്കുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ബാക്കിയുള്ളവർക്കൊന്നും അതത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അച്യുതന്, അലോകിൻ്റെ അമ്മയ്ക്ക്, അലോകിന് ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ അലോകിൻ്റെ അമ്മ വഴക്ക് പറയുകയാണ് സുകന്യനെ. സുകന്യ, നീ എന്തിനാണ് ദേവമംഗലത്തെ കാര്യങ്ങൾ ഇവിടെ വന്ന് പറയുന്നത്? എനിക്ക് ദേവമംഗലത്തുള്ളവർ നമ്മുടെ ശത്രുക്കളാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അലോകിൻ്റെ അമ്മ. അപ്പോൾ അത് കേട്ടതോടുകൂടി അനു പറയും, ദേവമംഗലത്തുള്ളവർ ശത്രുക്കളാണോ? സമ്മതിച്ചു. ഇവിടെ നിന്ന് മിത്ര ചേച്ചി അങ്ങോട്ട് പോയി, അതുപോലെ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടും വന്നില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അലോകിൻ്റെ അമ്മ പറയും, ശത്രുക്കൾ എന്നും ശത്രുക്കൾ തന്നെ. അങ്ങനെ വളരെ സന്തോഷത്തിൽ നിൽക്കുന്ന അശോകനെയും ഭാര്യയും കാണുമ്പോൾ അച്യുതൻ പറയും, ഏട്ടന് നല്ല സന്തോഷത്തിലാണല്ലോ എന്ന്. അപ്പോൾ സുകന്യ പറയാണ്, സന്തോഷം ഉണ്ടാവാതിരിക്കുമോ? അശോകേട്ടൻ്റെ മകൾക്കല്ലേ പോലീസ് ജോലി കിട്ടാൻ പോകുന്നത്. അച്ഛനമ്മമാർ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. മക്കൾ എത്ര തെറ്റ് ചെയ്താലും അച്ഛനും അമ്മയും മക്കളോട് ക്ഷമിക്കും. അതൊരു പ്രകൃതി സത്യമാണ്. അതിലൊന്നും പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യവുമില്ല എന്ന് പറയാണ്. പക്ഷേ ഇതൊന്നും അവിടെ നടക്കുന്ന അലോകിൻ്റെ അമ്മയ്ക്കും അച്യുതനും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. അവർ മുഖം വീർപ്പിച്ചുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അശോകൻ്റെ മുഖത്തെ സന്തോഷം അച്യുതൻ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്. ആ സന്തോഷം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം എന്നുള്ള ഒരു ചിന്തയിലാണ് അച്യുതൻ നിൽക്കുന്നത്. വീണ്ടും നമുക്ക് ഗോമതി സ്റ്റോറിലോട്ട് തന്നെ പോകാം. ഗോമതി സ്റ്റോറിൽ ഇപ്പോൾ ധർമ്മൻ മാത്രമേ ഉള്ളൂ. ബാലേനും രാമേട്ടനും കൂടി പുറത്തു പോയിരിക്കുന്നു. ദേവി ചായ കുടിക്കാൻ പുറത്തു പോയിരിക്കുന്നു. ധർമ്മൻ മാത്രം. ധർമ്മൻ്റെ കയ്യിൽ ബാലൻ ഏൽപ്പിച്ച 1,00,000 രൂപയും ഉണ്ട്. ഈ സമയത്താണ് ഉദയഭാനു അങ്ങോട്ട് വരുന്നത്. ഉദയഭാനു വന്നിട്ട് ചോദിക്കുമ്പോൾ, ധർമ്മ, ദേവിമോളും ബാലനും ആരും ഇല്ല ഇവിടെ? അവരെല്ലാവരും പുറത്ത് പോയിരിക്കുകയാണ്, ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. ദേവിമോൾ ചായ കുടിക്കാൻ പോയിരിക്കുകയാണ്, ഇപ്പോൾ വരും, ഞാൻ വിളിച്ചു കൊണ്ടുവരണോ എന്ന് ചോദിക്കും. വേണ്ട അവൾ സമാധാനത്തിൽ ചായ കുടിച്ചോ, നീ നിൻ്റെ പണി നോക്കിക്കോ, ഞാൻ ഇവിടെ നിന്നോളാം എന്ന് പറഞ്ഞ് ഉദയഭാനു അവിടെയുള്ളൊരു സ്റ്റൂൾ നീക്കിയിട്ട് അതിലോട്ട് ഇരിക്കുകയാണ്. അപ്പോഴാണ് ഉദയഭാനുവിൻ്റെ കയ്യിൽ കണ്ണിൽ ഈ പൈസ കാണുന്നത്. ഈ 500-ൻ്റെ 2 കെട്ടുകൾ അവിടെ ഇരിക്കുന്നത് കാണും. അപ്പോൾ അതെങ്ങനെയെങ്കിലും അടിച്ചു മാറ്റണം എന്നുള്ള ചിന്ത ഉദയഭാനുവിന് വരും. അങ്ങനെ ധർമ്മൻ
എന്തൊക്കെയോ അടുക്കി പെറുക്കി വെക്കുന്ന സമയം നോക്കിയിട്ട് ഉദയഭാനു അതിൽ ഒരു കെട്ടെടുത്ത് ഉദയഭാനുവിൻ്റെ പോക്കറ്റിൽ വെക്കും. പെട്ടെന്ന് ഒരു ഫോൺ വന്ന പോലെ അഭിനയിച്ചിട്ട് ഉദയഭാനു ധർമ്മനോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്യും. ഓക്കെ, ഇനി ഇതേ സമയത്ത് വേറൊരു 2 പേര് കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. വേറെ ആരുമല്ല, അലോകും അച്യുതനും. അവർ എങ്ങനെയെങ്കിലും മിത്രയെ വീഴ്ത്തണം എന്നുള്ള ചിന്തയിലാണ്. അടുത്ത മാസം 15-ാം തീയതി മിത്ര വീണിരിക്കണം, മിത്ര വീണാൽ അശോകേട്ടനും വീഴും എന്ന് പറഞ്ഞ് അവർ ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വീണ്ടും ഗോമതി സ്റ്റോർ തന്നെയാണ് കാണുന്നത്. ഗോമതി സ്റ്റോറിൽ ധർമ്മൻ സുകന്യയ്ക്ക് ഒരു ഗിഫ്റ്റ് മേടിക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ പരിങ്ങലിലാണ്. ആ പരിങ്ങലിൽ ബാലൻ ചോദിക്കേണ്ടത്, എന്താടാ നിനക്കൊരു പരിങ്ങൽ? അതൊന്നുമില്ല ബാലേട്ടൻ, ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ധർമ്മൻ പോവാണ്. അപ്പം ബാലൻ മനസ്സിൽ ചിന്തിക്കണ്ടേ, എന്താ ഇവനിങ്ങനെ ഒരു പരിങ്ങൽ? പിന്നെ ബാലൻ അത് വിടും. പക്ഷെ ധർമ്മൻ ആക്ച്വലി വിചാരിക്കുന്നത് എന്താ, ധർമ്മന് സുകന്യയ്ക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങണം, അത് ആരെങ്കിലും അറിഞ്ഞ ഒരു ചമ്മലല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് പാവം ധർമ്മൻ അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ വൈകുന്നേരം കടയിൽ നിന്ന് തിരിച്ച് ദേവി വീട്ടിലോട്ട് വരും. അപ്പോൾ ധർമ്മനും വീട്ടിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ ദേവി കണക്കൊക്കെ നോക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ധർമ്മൻ കളിയാക്കി ചോദിക്കുന്നുണ്ട്, ഈ കുറിപ്പിൻ്റെ കണക്ക് പുസ്തകം തുറന്നല്ലേ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ദേവി പറഞ്ഞു, മതി മാമ, കളിയാക്കൊന്നും വേണ്ട. അപ്പോഴാണ് ദേവി മാമൻ്റെ കയ്യിലുള്ള ഈ പൊതി കാണുന്നത്. ഓ, സുകന്യ ചേച്ചിക്ക് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പോയതാണല്ലേ, അത് ശരി. എന്നിട്ട് ഞങ്ങളാരും കാണാതെ കൊടുക്കാൻ, ആയിക്കോട്ടെ നടക്കട്ടെ എന്ന് പറഞ്ഞ് ദേവിയും ധർമ്മനും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ്. ഇനി നാളെ പൈസ കളവ് പോയതൊക്കെ അറിഞ്ഞിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ദേവമംഗലത്ത് കാണിക്കുന്നത്. സാന്ത്വനത്തിൻ്റെ കഥ വളരെ നേരത്തെ തന്നെ അറിയുവാൻ നിങ്ങൾ ഈ ചാനൽ ആദ്യമൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക. താങ്ക്